എത്ര കഠിനമായി ഡയറ്റ് നോക്കിയിട്ടും പലർക്കും ഭാരം കുറയുന്നില്ല. എപ്പോഴും വല്ലാത്ത ക്ഷീണമാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ എവിടെയോ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് മിക്കവരും സ്വയം കുറ്റപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ കലോറികൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആ കമാൻഡ് സെന്റർ നമ്മുടെ കയ്യിലല്ല എന്നാണ്. ഈ അദൃശ്യ ലോകം, അതായത് ഈ ബാക്ടീരിയകളുടെ സാമ്രാജ്യം ശരിക്കും എത്രത്തോളം വലുതാണെന്ന് നമുക്ക് നോക്കാം. അണുക്കളെ വെറുതെ സോപ്പിട്ട് കഴുകി കളയേണ്ട ശത്രുക്കളായി കണ്ടിരുന്ന കാലം കഴിഞ്ഞു. ഒരു ശരാശരി മനുഷ്യ ശരീരത്തിൽ ഏകദേശം 30 ട്രില്യൺ മനുഷ്യകോശങ്ങളാണ് ഉള്ളത്. എന്നാൽ ശരീരത്തിലുള്ള ബാക്ടീരിയൽ കോശങ്ങളുടെ എണ്ണം ഏകദേശം 38 ട്രില്യൺ വരും. അതായത് നമ്മുടെ സ്വന്തം കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയകളാണ് ശരീരത്തിലുള്ളത്. എണ്ണത്തിൽ അവർ നമ്മളെക്കാൾ കൂടുതലാണെങ്കിലും വലുപ്പത്തിൽ മനുഷ്യകോശങ്ങളെക്കാൾ വളരെ ചെറുതാണ്. പ്രധാനമായും നമ്മുടെ വൻകുടലിലാണ് ഈ ബാക്ടീരിയകൾ ഒരു വലിയ നഗരത്തിലെന്നതുപോലെ ജീവിക്കുന്നത്. മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം, ഈ ബാക്ടീരിയകളുടെ മൊത്തം ജീനുകളുടെ എണ്ണം എടുത്താൽ അത് മനുഷ്യ ജീനുകളെക്കാൾ 100 മുതൽ 150 മടങ്ങ് വരെ കൂടുതലാണ്. അതായത് ജനിതകപരമായി നോക്കിയാൽ നമ്മൾ 99% ബാക്ടീരിയയും വെറും 1% മാത്രമാണ് മനുഷ്യനും. നമ്മൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻഡിവിജ്വൽ അല്ല, മറിച്ച് കോടിക്കണക്കിന് ജീവികളടങ്ങിയ ഒരു വലിയ എക്കോസിസ്റ്റമാണ്. മെറ്റബോളിസവും മറ്റും നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ബാക്ടീരിയകളാണ്. അവ വെറുതെ നമ്മുടെ കുടലിൽ ഇരിക്കുകയല്ല, പകരം രാസസന്ദേശങ്ങൾ വഴി തലച്ചോറുമായും കരളുമായും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ, പഴങ്ങൾ, അതുപോലെ ചെറുധാന്യങ്ങൾ എന്നിവയിലൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഫൈബർ ദഹിപ്പിക്കാനുള്ള എൻസൈമുകളൊന്നും തന്നെ മനുഷ്യ ശരീരത്തിൽ ഇല്ല. അവിടെയാണ് നമ്മുടെ ഈ അദൃശ്യ സുഹൃത്തുക്കളുടെ സഹായം വേണ്ടിവരുന്നത്. ആരോഗ്യവാനായ ഒരാളുടെ കുടലിൽ ഫൈക്കലി ബാക്ടീരിയം, പ്രൗഡ്സ്നിറ്റ്സി, റോസ്ബ്യൂറിയ തുടങ്ങിയ ശാസ്ത്രീയ നാമങ്ങളുള്ള ചില പ്രധാന ബാക്ടീരിയകളുണ്ട്. ഇവരെ പൊതുവായി കീസ്റ്റോൺ സ്ട്രെയിനുകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു കെട്ടിടം താങ്ങി നിർത്തുന്ന പ്രധാന തൂണുകൾ പോലെയാണിവർ. ഈ പ്രധാന ബാക്ടീരിയകൾ ആ ഫൈബറിനെ ഭക്ഷിക്കുകയും അവയെ പുളിപ്പിച്ച് പുതിയ രാസവസ്തുക്കളാക്കി മാറ്റുകയും ചെയ്യും. അവരാണ് ശരിക്കും ഇത് ദഹിപ്പിക്കുന്നത്. ഇതിനെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ എന്നാണ് സയൻസിൽ വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്യൂട്ടൈറേറ്റ്. ഈ ബ്യൂട്ടൈറേറ്റ് ശരിക്കും ഒരു അത്ഭുത തന്മാത്രയാണ്. വൻകുടലിലെ കോശങ്ങൾക്ക് ആവശ്യമായ ഊർജത്തിന്റെ 70% നൽകുന്നത് നമ്മൾ നേരിട്ട് കഴിക്കുന്ന ഭക്ഷണമല്ല, മറിച്ച് ബാക്ടീരിയകൾ ഉണ്ടാക്കി തരുന്ന ഈ ബ്യൂട്ടൈറേറ്റ് ആണ്. മാത്രമല്ല, ഇത് കുടലിന്റെ ഭിത്തികളെ സംരക്ഷിക്കുകയും ശരീരത്തിൽ അനാവശ്യമായി നീർക്കെട്ടുണ്ടെങ്കിൽ അത് കുറക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പച്ചക്കറി സാലഡോ അല്ലെങ്കിൽ നാരുകളടങ്ങിയ മറ്റു ഭക്ഷണങ്ങളോ കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെയല്ല ഊട്ടുന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഈ അദൃശ്യ സൈന്യത്തെയാണ്. മോശം ഡയറ്റോ അല്ലെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദമോ വരുമ്പോൾ ഫൈബർ കിട്ടാതെ നമ്മുടെ പ്രധാന ബാക്ടീരിയകൾ പട്ടിണിയിലാകും. അവർ കൂട്ടത്തോടെ നശിക്കാൻ തുടങ്ങുമ്പോൾ ബ്യൂട്ടൈറേറ്റ് ഉൽപ്പാദനം നിൽക്കും. അപ്പോൾ നിങ്ങൾ കലോറി കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കോശങ്ങൾ പട്ടിണിയിലാകും. കുടലിന്റെ ആവരണം ദുർബലമാവുകയും ശരീരത്തിൽ നീർക്കെട്ട് കൂടുകയും ചെയ്യും. മെറ്റബോളിസം മൊത്തത്തിൽ സ്ലോ ആകുന്നതിനും നമ്മൾ എപ്പോഴും തളർന്നിരിക്കുന്നതിനും ഒരു പ്രധാന കാരണം ഇതാണ്. നമ്മുടെ ഊർജം മാത്രമല്ല, നമ്മുടെ വിശപ്പിനെ പോലും അവർ നിയന്ത്രിക്കുന്നുണ്ട്. വയറ് കാലിയാകുമ്പോൾ തലച്ചോർ പറയുന്നതല്ലേ വിശക്കുന്നു എന്ന് തോന്നും. എന്നാൽ അവിടെയും ഈ ബ്യൂട്ടൈറേറ്റിന്റെ വലിയൊരു പങ്കുണ്ട്. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ കുടലിലെ എൽ സെൽസ് എന്ന് പറയുന്ന ചില പ്രത്യേക കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും അവ GLP-1, PYY എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഓസംപിക് പോലെയുള്ള പ്രശസ്തമായ വെയിറ്റ് ലോസ് മരുന്നുകൾ ഈ GLP-1 ഹോർമോണിനെയാണ് അനുകരിക്കുന്നത്. ഈ ഹോർമോണുകൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് വയർ നിറഞ്ഞു എന്ന സന്ദേശം നൽകി ദഹന പ്രക്രിയയെ പതുക്കെയാക്കുകയും ഇൻസുലിൻ ഉൽപ്പാദനം കൃത്യമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനൊരു ഡാർക്ക് സൈഡ് കൂടിയുണ്ട്. നിങ്ങളുടെ കുടലിൽ മധുരവും അമിതമായി പ്രോസസ് ചെയ്തതുമായ ജങ്ക് ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന വില്ലൻ ബാക്ടീരിയകൾ ധാരാളമുണ്ടെന്ന് കരുതുക. അവർക്ക് ഫൈബർ അല്ല, പഞ്ചസാരയാണ് വേണ്ടത്. അവർ കുടലിൽ നിന്ന് വാഗസ് നെർവ് വഴി തലച്ചോറിനെ സ്വാധീനിക്കുകയും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ജങ്ക് ഫുഡ് കഴിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടെ തോന്നുന്ന മധുരത്തോടുള്ള ആ ആസക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല, അവരുടേതാണ്. ഇത് വണ്ടി ഓടിക്കുമ്പോൾ പിൻസീറ്റിലിരുന്ന് എങ്ങോട്ട് പോകണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു ശല്യക്കാരനായ യാത്രക്കാരനെ പോലെയാണ്. ആ സ്റ്റിയറിംഗ് വീൽ, അതായത് യഥാർത്ഥ കൺട്രോൾ അവരുടെ കയ്യിലാണ്. ശരീരഭാരം കൂടുന്നതും കുറയുന്നതും ഇവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അവിടെയാണ് മെറ്റബോളിക് സ്വിച്ച് എന്ന ആശയം വരുന്നത്. നല്ല ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ബ്യൂട്ടൈറേറ്റ് നിങ്ങളുടെ കോശങ്ങളിൽ AMPK എന്നൊരു എനർജി സെന്റർ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ശരീരത്തോട് കൊഴുപ്പ് സംഭരിച്ചു വെക്കാതെ അത് എരിച്ചു കളയാൻ നിർദ്ദേശിക്കുന്ന ഒരു മാസ്റ്റർ സ്വിച്ചാണിത്. ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു. നല്ല ബാക്ടീരിയകൾ കുറയുമ്പോൾ ആ സ്വിച്ച് ഓഫ് ആകും. മാത്രമല്ല, ചീത്ത ബാക്ടീരിയകൾ നശിക്കുമ്പോൾ അവയിൽ നിന്ന് LPS അഥവാ ലിപ്പോപോളിസാക്കറൈഡ്സ് എന്ന വിഷാംശങ്ങൾ പുറത്തുവരും.
കുടലിന്റെ ഭിത്തികൾ ദുർബലമായതുകൊണ്ട് ഈ വിഷാംശം ചോർന്ന് രക്തത്തിൽ കലരുമ്പോൾ ശരീരം പാനിക് ആവുകയും ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഓരോ ചെറിയ കലോറി പോലും ശരീരം കൊഴുപ്പായി സംഭരിച്ചു വെക്കാൻ തുടങ്ങും. ഈ അദൃശ്യ കമാൻഡ് സെന്റർ തകരാറിലാകുമ്പോഴാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്താലും വണ്ണം വെക്കുന്നത്. ഇതൊട്ടും തിയറിയല്ല. 2015 സെൽ മാഗസീനിൽ പ്രസിദ്ധീകരിച്ച CV എന്ന ശാസ്ത്രജ്ഞനും സംഘവും നടത്തിയ പഠനമുണ്ട്. ഏകദേശം 800 പേരെ അവർ നിരന്തരം നിരീക്ഷിക്കുകയും എല്ലാവർക്കും ഒരേ ഭക്ഷണം നൽകുകയും ചെയ്തു. എല്ലാവരുടെയും രക്തത്തിലെ പഞ്ചസാര ഒരേപോലെ വർദ്ധിക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഒരാൾ ഒരു പഴം കഴിച്ചപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുതിച്ചുയർന്നു. മറ്റൊരാൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇതിനുള്ള ഉത്തരം ഇവരുടെ കുടലിലെ മൈക്രോബയോമിലാണ്. ബാക്ടീരിയകളുടെ ഘടന വെച്ച് ഒരാൾക്ക് ഏത് ഭക്ഷണമാണ് യോജിക്കുക എന്ന് കൃത്യമായി പ്രവചിക്കാൻ അവർക്ക് സാധിച്ചു. അതായത് വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നൊന്നില്ല. സുഹൃത്തിന് ഭാരം കുറയാൻ സഹായിച്ച ഡയറ്റ് നിങ്ങൾക്ക് ഗുണം ചെയ്യണമെന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ ബാക്ടീരിയകൾ വേറെയായിരിക്കും. അപ്പോൾ പ്രായോഗികമായി എന്ത് ചെയ്യാൻ കഴിയും? ഒന്നാമത്തെ കാര്യം വൈവിധ്യമാർന്ന ഭക്ഷണം കഴിക്കുക എന്നതാണ്. വെറും പച്ചക്കറികൾ മാത്രമല്ല, വ്യത്യസ്ത തരം ഇലക്കറികൾ, പഴങ്ങൾ, പലതരം നട്ട്സ്, സീഡുകൾ, തിന, വരക് പോലെയുള്ള ചെറുധാന്യങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, കറിവേപ്പില, മല്ലിയില എന്നിവയെല്ലാം ഇതിൽപ്പെടും. നമ്മൾ എന്നും ഒരേ ഭക്ഷണം തന്നെ കഴിക്കാതെ ഇതിൽ വൈവിധ്യം കൊണ്ടുവരണം. കൂടാതെ പോളിഷ് ചെയ്ത അരി, ഗോതമ്പ്, മൈദ, പഞ്ചസാര എന്നിവയിലുണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം നേരിട്ട് വൻകുടലിലെത്തി പ്രധാന ബാക്ടീരിയകൾക്ക് മികച്ച വിരുന്നായി മാറും. ഇനി ഇതിനൊപ്പം തന്നെ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ അഥവാ ഫെർമെന്റഡ് ഫുഡ്സ് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. നാടൻ പശുവിന്റെ പാലുണ്ടാക്കിയ തൈര്, നാച്ചുറലായി പുളിപ്പിച്ച ഇഡലി അല്ലെങ്കിൽ ദോശ, പഴങ്കഞ്ഞി, ഉപ്പിലിട്ട നെല്ലിക്ക, നാരങ്ങ, മാങ്ങ പോലുള്ളവയെല്ലാം ജീവനുള്ള നല്ല ബാക്ടീരിയകളെ കുടലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഇവയെക്കാളൊക്കെ മികച്ച സൂപ്പർ ഫുഡ് എന്ന് പറയാവുന്നത് തിന, ചാമ, വരക് പോലെയുള്ള ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ അമ്പലി എന്ന വിഭവമാണ്. ഈ അമ്പലി മറ്റൊന്നുമല്ല, നമ്മുടെ പഴങ്കഞ്ഞിക്ക് പകരം ചെറുധാന്യങ്ങൾ വെച്ചുണ്ടാക്കിയ പഴങ്കഞ്ഞി. ഇനി ഈ ബാക്ടീരിയകൾക്ക് വിശ്രമവും ഉറക്കവും ആവശ്യമുണ്ടോ? തീർച്ചയായും. അവർക്കും സ്വന്തമായി ഒരു ടൈം ടേബിൾ അഥവാ സർക്കേഡിയൻ റിതം ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്താണ് കുടലിലെ ചില പ്രത്യേക ബാക്ടീരിയകൾ വന്ന് കുടലിന്റെ ഭിത്തികൾ ക്ലീൻ ചെയ്യുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും. അതിനാൽ 12 മുതൽ 16 മണിക്കൂർ വരെയുള്ള ഒരു ഈറ്റിംഗ് വിൻഡോ പാലിക്കുക. രാവിലെ 8 അല്ലെങ്കിൽ 9 മണിക്ക് ആദ്യത്തെ ഭക്ഷണം കഴിച്ചാൽ വൈകുന്നേരം 6 അല്ലെങ്കിൽ 7 മണിക്ക് മുൻപായി അവസാനത്തെ ഭക്ഷണം കഴിച്ചിരിക്കണം. ഒപ്പം രാത്രി 7 മണിക്കൂറെങ്കിലും വളരെ കൃത്യമായ ഉറക്കവും അത്യന്താപേക്ഷിതമാണ്. നമ്മൾ രാത്രി വൈകിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ബാക്ടീരിയകളുടെ ടൈം ടേബിൾ കൂടിയാണ് നശിപ്പിക്കുന്നത്. കൂടാതെ അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾ, ആവശ്യമില്ലാതെയുള്ള ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. ആന്റിബയോട്ടിക്കുകൾ ഒരു ബോംബിട്ടതുപോലെ നല്ല ബാക്ടീരിയകളെ കൂട്ടത്തോടെ നശിപ്പിക്കും. ഇതിനു പുറമെ മാനസിക സമ്മർദ്ദം കുറക്കുക, ദിവസവും നടക്കുക തുടങ്ങിയ കാര്യങ്ങളും ശീലമാക്കണം. ധാരാളം വെള്ളം കുടിക്കണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ വെറും 7 മുതൽ 21 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നമ്മൾ മടിയന്മാരോ പരാജയപ്പെട്ടവരോ ആയതുകൊണ്ടല്ല ഭാരം കുറയാത്തതും ക്ഷീണം തോന്നുന്നതും, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഈ വലിയ കമാൻഡ് സെന്ററിനെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാതിരുന്നതാണ്. ഈ ബാക്ടീരിയകളെ ശരിയായ ഭക്ഷണം നൽകി പരിപാലിക്കുക. നിങ്ങൾ അവരെ സംരക്ഷിച്ചാൽ അവർ തിരിച്ചും നിങ്ങളുടെ മെറ്റബോളിസത്തെയും ഊർജത്തെയും സംരക്ഷിച്ചുകൊള്ളും. മനുഷ്യ ശരീരം എന്നത് വെറുമൊരു മെഷീനല്ല, അതൊരു വലിയ ആവാസ വ്യവസ്ഥയാണ്.